ശ്രീലെ നമസ്കാരം. നമസ്തേ പ്രശാന്ത്. ശ്രീലെ, നമ്മുടെ ഈ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന പാറ്റകളുടെ സമരം, ആ സമരത്തിന്റെ നായകൻ അഭിജിത്ത് ദീപ് കെ എന്തുകൊണ്ടാണ് സെലക്റ്റീവായി പ്രതികരിക്കുന്നത്? കാരണം ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. പഞ്ചാബിൽ നിരവധി പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ചോർന്നു. ജാർഖണ്ഡിൽ വലിയ സമരം നടക്കുകയാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ PSC ചോദ്യപേപ്പർ, നമുക്കറിയാം PSC എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള PSCയുടെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. വലിയ അഴിമതി അതിനകത്ത് നടന്നിരിക്കുന്നു, സ്വജനപക്ഷപാതം നടന്നിരിക്കുന്നു. അതിനെതിരെ ഇവിടെയും സമരം നടക്കുന്നുണ്ട്. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും ആ സമരത്തിന് വലിയ പിന്തുണയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും സമരം നടക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ, പരീക്ഷാർത്ഥികളുടെ സമരം നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷെ ഈ അഭിജിത്ത് ദീപ് കെ പഞ്ചാബിൽ നടക്കുന്ന സമരത്തിനോ നമ്മുടെ ജാർഖണ്ഡിൽ നടക്കുന്ന സമരത്തിനോ കേരളത്തിൽ നടക്കുന്ന സമരത്തിനോ ഒന്നും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. ഈ ആളിനെ നമുക്ക് കേരളത്തിലെ PSC പരീക്ഷ ക്രമക്കേടിനെ കുറിച്ച് നടക്കുന്ന സമരവേദിയിൽ നമുക്ക് ഇദ്ദേഹം പ്രത്യക്ഷപ്പെടും എന്ന് നമുക്ക് കരുതാനും വയ്യ. എന്താണ് ഈ അഭിജിത്ത് ദീപ് കെ ഒരു ദുരൂഹ വ്യക്തിത്വമായി ഇങ്ങനെ തുടരുന്നതിന്റെ കാരണം? പ്രശാന്ത്, ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും വ്യക്തമായ കാര്യമാണ്. കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിൽ കുറഞ്ഞൊന്നും ഈ അഭിജിത്ത് ദീപ്തയെ വെച്ച് കളിക്കുന്നവർക്കില്ല. നമുക്കറിയാം, ഇതിന്റെ പിന്നിൽ കെജ്രിവാൾ അടക്കമുള്ള എല്ലാവരും ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. കെജ്രിവാളിന്റെ ഒരു കാലത്ത് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, വിദേശ ഫണ്ടിങ്ങും ഉണ്ട്. കെജ്രിവാളിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ പാർട്ടിയിൽ നിന്ന് അഭിജിത്ത് ദീപ്തെ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് പഠിക്കുന്ന ബോസ്റ്റൺ, ഏറ്റവും ഉയർന്ന പണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫീസുകൾ മീറ്റ് ചെയ്യേണ്ട ജീവിത നിലവാരം വളരെ ഉയർന്ന ജീവിത നിലവാരമുള്ള ഒരു പ്രദേശം. ആ ബോസ്റ്റണിലെ സർവകലാശാലയിലാണ് ഇപ്പോ പഠിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു വിവരാവകാശ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയുന്നത്, വിവരാവകാശ പ്രവർത്തനം എന്താണ്, ഒരു സാധാരണ ജോലിക്കാരനെ അഭിജിത്ത് ദീപ്തയുടെ അച്ഛനെ മകനെ എങ്ങനെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കുന്നു, അതിനുള്ള പണം എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, മോദിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കൂ, ഞാൻ എന്റെ വരുമാനത്തിന്റെ സ്രോതസ് കാണിക്കാം എന്നുള്ളതാണ്. ഇവിടെ മോദിയുടെ സർട്ടിഫിക്കറ്റും വരുമാനത്തിന്റെ സ്രോതസ്സും തമ്മിൽ ബന്ധമുള്ള കാര്യമല്ല. മോദിയുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വിമർശനം ഉണ്ടായപ്പോൾ തന്നെ 2014 തോന്നുന്നു മോദിയുടെ സർട്ടിഫിക്കറ്റ് അരുൺ ജെയ്റ്റ്ലിയും അമിത്ഷായും കൂടി പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടതാണ്. അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ളവരും ഈ ദേശീയ മാധ്യമങ്ങളും എല്ലാം തന്നെ, ദേശീയ മാധ്യമങ്ങൾ അത്രയും ശല്യം ചെയ്യുന്നില്ല. കാരണം കുറച്ചുകൂടി എനിക്കൊന്നു പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന, ഇത്രത്തോളം അധപ്പതിച്ചിട്ടില്ല ദേശീയ മാധ്യമങ്ങൾ എന്നാണ്. 1-2 മാധ്യമങ്ങളെ അധപ്പതിച്ചിട്ടുള്ളൂ തോന്നുന്നു. ബാക്കിയുള്ള മാധ്യമങ്ങളൊക്കെ സത്യം കുറച്ചെങ്കിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലെ പോലെ അധപ്പതിച്ച ഒരു മാധ്യമ സംസ്കാരമുള്ള ഒരു സ്റ്റേറ്റും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിൽ, നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ആലോചിച്ച് നോക്കൂ, അഭിജിത്ത് ദീപ്തയുടെ കാര്യത്തിൽ ഇത്രയും വലിയ പണം മുടക്കി, ഏതാണ്ട് 2,20,00,000 രൂപ മുടക്കി ഇയാൾ പഠിക്കാൻ പോയിരിക്കുന്നു. ഈ പഠിത്തം അവസാനിപ്പിക്കുന്നു. അതിനുടൻ തന്നെ ഒരു നമുക്കറിയാം, ഈ സുപ്രീം കോടതിയിൽ ഉണ്ടായ സംഭവം തന്നെ നമുക്കറിയാം. അഭിഭാഷകരെ ക്രോക്രോച്ച് എന്ന് വിളിച്ചത് കാര്യമാക്കിക്കൊണ്ട്, അത് ഒരു സംഭവമാക്കി എടുത്തുകൊണ്ട്, അത് തൊഴിലില്ലാത്ത ജനങ്ങളെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട്, അത്തരത്തിലുള്ള നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഡൽഹിയിലേക്ക് വരുന്നു. അതിന്റെ പിന്നാലെ എല്ലാ അരാജകവാദികളും കൂടി ഡൽഹിയിലേക്ക് വരുന്നു, ഡൽഹിയിൽ സമരം നടത്തുന്നു. അവിടെ കുട്ടികളുമായി നീറ്റ് വിഷയം അപ്പോൾ തന്നെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് നീറ്റിൽ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി, ആ ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തുന്നു, അത് പരീക്ഷ നടത്തുന്നു, വീണ്ടും റീനീറ്റ് നടത്തുന്നു, അതിന്റെ കൗൺസിലിംഗ് നടപടികൾ നടക്കുന്നു. ഈ സമയത്താണ് ഇവിടേക്ക് ഇവർ എത്തുന്നത്, വീണ്ടും സമരം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് ലക്ഷ്യം വ്യക്തമായതാണ്. പക്ഷെ ഇത്രത്തോളം കടുക്കും എന്നൊരു പക്ഷേ കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാവില്ല. ആൾക്കൂട്ടം വല്ലാതെ അവിടെ വന്നപ്പോ, ജന്തർ മന്ദർ പോലൊരു സ്ഥലത്ത് വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, ഏതെങ്കിലും വിഘടനവാദികൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടായ രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ വീടിനടുത്തേക്കൊക്കെ ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ ജൻസി കലാപം ലക്ഷ്യമിട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും തന്ത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. അവർക്ക് ഏറ്റവും
നാണക്കേടുണ്ടാക്കുന്ന ഒരു തീരുമാനം എന്ന രീതിയിൽ പോലും വ്യാഖ്യാനിക്കപ്പെടാമെങ്കിൽ പോലും രാജ്യസുരക്ഷയും സ്റ്റെബിലിറ്റിയുള്ള സർക്കാരും അത് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കുട്ടികളുടെ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച അന്ന് മുതൽ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ അംഗീകരിച്ചു കൊടുത്തിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച അന്ന് മുതൽ നാട്ടിൽ ഒരാൾക്കുമെതിരെ പരാതി എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സമരത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ പഞ്ചാബിൽ വലിയ സമരമാണ് നടന്നുകൊണ്ടിരുന്ന PSC ബന്ധപ്പെട്ട വലിയ സമരങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ അത് ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ അവിടെ ആം ആദ്മിയാണ് സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ അഭിജിത് ദീപ്തെ ഒന്ന് ഫോണിൽ വിളിച്ചു എന്നാണ്. അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരാമെങ്കിൽ എന്തുകൊണ്ടാണ് അഭിജിത് ദീപ്തേക്ക് ഒന്ന് പഞ്ചാബിലേക്ക് പോയാലുണ്ടാകുന്ന പ്രശ്നം? അതുപോലെ ഝാർഖണ്ഡിൽ വലിയ സമരങ്ങൾ നടക്കുന്നു. ആ ഝാർഖണ്ഡിലെ സമരത്തിലും അഭിജിത് ദീപ്തയെ പൊടിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല. അപ്പോ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല, വിദ്യാർത്ഥികളുടെയും മറ്റുള്ളവരുടെയും പ്രശ്നമല്ല, വിദ്യാർത്ഥികളുടെ പ്രശ്നത്തോളം തന്നെ അതിലധികം പ്രാധാന്യമുള്ളതാണ് യുവജനങ്ങളുടെ പ്രശ്നവും. വിദ്യാർത്ഥികളുടെ പ്രശ്നം നമ്മൾ പറയുമ്പോൾ നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ നീറ്റ് പരീക്ഷ എല്ലാവരും എഴുതുന്നുണ്ടെങ്കിലും ഇതിലൊരു ഹൈ ക്ലാസ് CBSE സ്കൂളുകളിൽ പഠിക്കുന്ന ഹൈ ക്ലാസ് ആൾക്കാർക്ക്, അതായത് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ കോച്ചിങ്ങിന് വിടാൻ ഉള്ള പാങ്ങുള്ള വലിയ കുറച്ച് ഉയർന്ന ഉന്നത നിലവാരത്തിലുള്ള ചില ആൾക്കാർക്ക് മാത്രമാണ് ഒരുപക്ഷെ ഈ നീറ്റ്, അത്തരത്തിലുള്ളവരുടെ മക്കൾക്ക് മാത്രമാണ് ഈ നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. അതിലൊരു ഒരു 75% അങ്ങനെയാണ്. ഒരു 25% മാത്രമാണ് മിഡിൽ ക്ലാസ്സും അതിന് താഴെയുള്ളവരും. എനിക്ക് തോന്നുന്നില്ല 25 പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അത്തരത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ PSCയുടെ സമരം എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ ജീവിക്കാൻ വേണ്ടി, കഞ്ഞി കുടിക്കാൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. ആ സമരത്തെ തിരിഞ്ഞു നോക്കാതെ നീറ്റ് സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതിന്റെ പിന്നിലെ കാരണം എന്താണ്? കാരണം അതിലൊരു പ്രധാനപ്പെട്ട കാര്യമേ അവർ പറയുന്നത് നീറ്റ് പരീക്ഷ ഇന്ത്യയിൽ എല്ലാവരും എഴുതുന്നതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലാവരും എഴുതിക്കോട്ടെ, ഓരോ സംസ്ഥാനത്തും. അപ്പോൾ എല്ലാവരും എഴുതുന്നതായതുകൊണ്ട് ഓരോ സംസ്ഥാനത്തിലെ മുഴുവൻ അരാജകവാദികളെയും അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത എത്ര പേരാണ് വിദ്യാർത്ഥികൾ? ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് പോയവരെ തന്നെ നമുക്കറിയാം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആയിരുന്ന ദിയാസന എന്ത് നീറ്റ് പരീക്ഷ എഴുതിയിട്ടാ പോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ രഞ്ജനി ഹരിദാസ് ഇപ്പൊ സ്വാതന്ത്ര്യ സമര നായികയാണ്. ജാൻമണി ദാസ് പ്രധാനമന്ത്രിയെ കൂടെ കുറെ ചീത്ത വിളിച്ചത് കൊണ്ട് അവരുടെ കരിയർ ഗ്രാഫ് ഒക്കെ ഉയർന്നെന്ന് തോന്നുന്നു. പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് രഞ്ജനി ഹരിദാസ് അടക്കമുള്ളവർ കേസ് വരുമെന്ന് കണ്ടപ്പോൾ ജാൻമണിയെ ഒന്ന് മാറ്റി പറയാൻ, ജാൻമണിയെ ഒന്ന് തിരുത്താൻ ഉള്ള ശ്രമമൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ രഞ്ജനി ഹരിദാസിനെ നോക്കിയാണ് കേരളത്തിൽ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ രഞ്ജനി ഹരിദാസ് പറയുന്നതും അങ്ങനെയുള്ളവർക്ക് അത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും, വിസ്മയ മോഹൻലാലിന്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. നേരെ മറിച്ച് പേളിമാണി പറഞ്ഞാൽ അത് വലിയ പ്രശ്നം. പേളിമാണി ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേളിമണി ഇങ്ങനെയാണെന്ന് അറിയില്ല, അവർ ഇരട്ട വ്യക്തിത്വമാണ്, അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാട് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് പറയാൻ കഴിയില്ല. ഇവിടെ രാഷ്ട്രീയം പോലും പേളിമാണി പറഞ്ഞിട്ടില്ല. പേളിമാണി അതിൽ പറഞ്ഞത് എന്താണ്? ഞാനും പറയുന്നത് അത് തന്നെയാണ്. അവനവന്റെ കുട്ടികൾ നഷ്ടപ്പെട്ടാലേ അവനവനെ വിഷമം അറിയൂ. അത്തരം ഒരു സമരത്തിൽ പോയി മറ്റുള്ള വിഘടനവാദികളും മറ്റുള്ളവരും കടന്നുകൂടുന്നിടത്ത് ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ കാര്യമൊന്നുമില്ല. ജീവനാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് കുട്ടികൾ സമാധാനപരമായി വീട്ടിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അതിനെന്തിനാണ് ഇത്ര വലിയ വിവാദം ഉണ്ടാക്കുന്നത്? അവരൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ വെൽബീയിങ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ ഇരട്ട വ്യക്തിത്വമായി, അവർ പ്രശ്നക്കാരിയായി, അവരെ കുറിച്ച് എല്ലാ ആൾക്കാരും, ആലപ്പി അഷ്റഫ് അടക്കമുള്ളവർ, അവരെ കുറിച്ച് വളരെ വളരെ നിങ്ങളൊന്നുമല്ല എന്ന് മനസ്സിലായില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അതൊരു പ്രത്യേക ഇതൊക്കെ പറയാൻ ഈ ആലപ്പി അഷ്റഫ് ആരാണെന്നൊരു ചോദ്യം കൂടി കേരളത്തിന്റെ സമൂഹം ഉയർത്തേണ്ടതാണ്. അതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇടതുപക്ഷക്കാർക്ക് കുഴപ്പമില്ല. അവരിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ വലിയ അല്ലെ, ഇടതുപക്ഷക്കാർക്ക് കുഴപ്പമില്ല. അവരാണിപ്പോ ഈ പറഞ്ഞ ഇടതുപക്ഷം, മനുഷ്യപക്ഷം എന്ന് പറഞ്ഞ ഇതിന്റെ ഹോൾസെയിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവര് സത്യത്തിൽ മനുഷ്യപക്ഷത്തല്ല, അവര് ലഹരി പക്ഷത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അവര് വിഘടനവാദ പക്ഷത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് പക്ഷങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോ അഭിജിത് ദീപ്തയോട് എന്താണ് ചോദിച്ചത്? അഭിജിത് ദീപ്തയോട് ഗുജറാത്തിലുള്ള ഒരു വിവരാവകാശ പ്രവർത്തകൻ നിങ്ങളുടെ വരുമാനം എന്താണെന്ന് ചോദിക്കുന്നു. അതിനുള്ള മറുപടിയായി പറഞ്ഞ നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏതായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഈ അഭിജിത് ദീപ്ത എന്ന് പറയുന്ന ആളുടെ മുന്നിൽ കൊണ്ട് കാണിക്കേണ്ടതല്ല. അദ്ദേഹം നേരത്തെ തന്നെ ഇത്തരം പ്രശ്നം ഉയർന്നപ്പോൾ പത്രസമ്മേളനത്തിൽ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. ഇനി അഭിജിത് ദീപ്തയ്ക്ക് ആ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അഭിജിത് ദീപ്തയുടെ സാമ്പത്തിക സ്രോതസ് അത് അന്വേഷിക്കപ്പെടണം. അത് സർക്കാരിന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. സർക്കാർ അത് അന്വേഷിക്കുകയും വേണം. അല്ല, അഭിജിത് ദീപ്ത ഇങ്ങനെ ഒരു പരാമർശം ഉയർത്തിയത് കൊണ്ട് അത് വെറുതെ വിടരുത്, അതിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിന്റെ പിന്നിൽ നമുക്കറിയാം, ഇതേ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉന്നയിച്ചു കൊണ്ടുപോയത് അരവിന്ദ് കെജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അഭിജിത് ദീപ്തെ. അപ്പൊ രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും ചുക്കാൻ പിടിക്കുന്നതും അരവിന്ദ് കെജ്രിവാളാണ്. ഏതായാലും അഭിജിത് ദീപ്തയോട് മറ്റൊരു കാര്യം പറയാനുണ്ട്.
അഭിജിത്ത് ദീപ്തയുടെ ഇന്നിപ്പോ കേരളത്തിലെ ഒരു എന്തോ ഇന്നിപ്പോ അരവിന്ദ് കെജ്രിവാള് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ് 100 പേരെയും കൂട്ടി. ഡൽഹി പോലീസ് അതിന് അനുമതിയൊന്നും കൊടുത്തിട്ടില്ല. ആ മാർച്ച് എന്തായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്ന് മാർച്ച് നടത്തും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പറഞ്ഞോളൂ. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ സാഹചര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയമാണ്. ആ സമയത്താണ് അരവിന്ദ് കെജ്രിവാൾ പുതിയ ഉടായ്പുമായി അഭിജിത്ത് ദീപ്തെ ഇറക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ, കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, കുറച്ച് തരിയൊരു അല്പമുള്ളത് കേരളത്തിൽ, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഉള്ളതാ കേരളത്തിൽ, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷക്കാരെല്ലാം കൂടി ചേർന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അഭിജിത്ത് ദീപ്തയോട് ഒരു കാര്യം പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിജിത്ത് ദീപ്തയെ CJP സമരത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള. അപ്പൊ കേരളത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അഭിജിത്ത് ദീപ്തെ കേരളത്തിന് നൽകേണ്ട ഏറ്റവും വലിയ കാര്യം, അതായത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ളവർ, പൂക്കി മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ അഭിജിത്ത് ദീപ്തെ വന്ന് പൂക്കി മുഖ്യമന്ത്രിയോട് സംസാരിച്ച് ഈ PSC അഴിമതിയെ കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ പൂക്കിയോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും. കാരണം ഇവരെല്ലാം ഭായി ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നടക്കും. അല്ലെങ്കിൽ അഭിജിത്ത് ദീപ്തെ കേരളത്തിൽ വന്ന് കേരളത്തിലെ സമരക്കാരോടൊപ്പം സമരം ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ്, ഏറ്റവും കൂടുതൽ ആക്ടിവിസ്റ്റുകൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത്, ആൾക്കാരെ അവിടേക്ക് അയച്ചു കൊടുത്ത വ്യവസായിയുള്ള സ്ഥലം കേരളമാണ്. 50ഓളം ആൾക്കാരെയാണ് മലപ്പുറത്തുള്ള വ്യവസായി അയച്ചു കൊടുത്തത്. ഇപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ റഡാറിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അങ്ങനെയുള്ളവരൊക്കെ ഉള്ള കേരളത്തിൽ അഭിജിത്ത് ദീപ്തെ വരാതെ പോകരുത്. അഭിജിത്ത് ദീപ്തെ കേരളത്തിൽ വരണം, PSC സമരത്തിൽ പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ അങ്ങയുടെ ആത്മാർത്ഥതയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബോധ്യം വരികയുള്ളൂ. അതുപോലെ PSC ജാർഖണ്ഡിലേക്ക് പോകണം, പഞ്ചാബിലേക്ക് പോകണം. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും പോയി സമരം ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഈ വിഷയത്തിൽ സമരം ചെയ്യുന്ന, സമരത്തിന് എന്തെങ്കിലും അനുഭവം പ്രകടിപ്പിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി BJP ആണ് എന്നുള്ളതാണ്. BJP അത് വളരെ കൃത്യമായി തന്നെ എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ അവരെ വന്ന് കാണുന്നുണ്ട്, അവരുടെ കൺസേൺസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്ന യുവമോർച്ചയുടെ ഒരു ഡെലിഗേഷൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് അവിടേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങളോട് എങ്ങനെ പെരുമാറുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് വരില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയത്, ധർമ്മേന്ദ്ര പ്രധാനെ സമരപ്പന്തലിൽ വരുത്താൻ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാ പൂക്കിക്ക്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? വളരെ കൃത്യമായി ഇതിന്റെ എല്ലാം ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ആ നീക്കത്തിലാണ് ശ്രമിക്കുന്നത്. ജനാധിപത്യപരമായി ഒരിക്കലും അട്ടിമറിക്കാൻ പറ്റില്ല എന്ന ബോധ്യം വന്നതോട് പല രീതി നോക്കിയില്ലേ. ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പറഞ്ഞു നോക്കി. ഇന്നലെ പ്രശാന്ത് കിഷോർ ജയിച്ചപ്പോ ബീഹാറിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായി പോയോ? ബീഹാറിൽ ഇപ്പൊ ജനാധിപത്യം പൂത്തുലയും BJP സർക്കാർ പുറത്തു പോകുന്നുള്ള രീതിയിലാണ് പ്രകടനം നടത്തുന്നത്. അവിടെ പ്രശാന്ത് കിഷോർ ജയിച്ചപ്പോ 202 സീറ്റിൽ 1 സീറ്റാണ് പോയത്. അവിടെ 240 സീറ്റിൽ 202 സീറ്റും BJP-യാണ്. അതിൽ 1 സീറ്റാണ് പോയത്. അപ്പോഴത്തേക്ക് വലിയ പ്രതീക്ഷയാണ്. ഏതായാലും പ്രശാന്ത് കിഷോർ അവിടെ ജയിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പ്രശാന്ത് കിഷോർ ജയിച്ചു. പ്രശാന്ത് കിഷോറിന് മൊത്തത്തിൽ ഒരു പേരുണ്ട്, അതുകൊണ്ട് പ്രശാന്ത് കിഷോർ ജയിച്ചു. പ്രശാന്ത് കിഷോർ ജയിച്ചതിന് ഈ ഇന്ത്യ മുന്നണിക്ക് എന്താണ്? ഇന്ത്യ മുന്നണിയിൽ അദ്ദേഹം ഭാഗവാക്കല്ലല്ലോ. അല്ല, പക്ഷെ അവർക്ക് ആരെങ്കിലും മതിയെന്നേ. ആരും അഭയമില്ലാത്ത ആൾക്കാരാണ് CPM-ഉം കോൺഗ്രസും ഇപ്പോ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവർക്ക് ആരെങ്കിലും, ഇപ്പൊ അഭിജിത്ത് ദീപ്തെ ആണെങ്കിലും, ഇനി നാളെ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഏതെങ്കിലും ബ്രിട്ടീഷ് പൗരൻ വന്ന് ഇവിടെ സമരം നടത്തിയാലും അവരോടൊപ്പം ഇവർ ചേരും. കാരണം ഇവർക്ക് ഒറ്റ ലക്ഷ്യം മോദിയെ ഒന്ന് താഴെ ഇറക്കണം. അതിന് ആരെ കൂട്ടുപിടിച്ചാലും വേണ്ടില്ല എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ്. കാരണം ഇവർക്കൊന്നും പ്രത്യേക ഐഡന്റിറ്റി ഒന്നുമില്ല, എല്ലാം പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്കാണ് നീക്കം നടത്തുന്നത്. അഭിജിത്ത് ദീപ്തയുടെ ലക്ഷ്യം അട്ടിമറി തന്നെയാണ്, അല്ലാതെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിൽക്കുകയോ ചെയ്യുകയല്ല. അങ്ങനെയാണെങ്കിൽ യുവജനങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ വിഷയത്തിലും ഇടപെടുന്ന രീതിയിലേക്ക് വരണം. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളെയും ഇന്ത്യയിലെ യുവജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളിലും കൂടി ഇടപെടണം. എങ്കിൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും സത്യസന്ധതയുള്ളൂ എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അഭിജിത്ത് ദീപ്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെ അന്വേഷിച്ച് നടക്കുമ്പോൾ, വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചെയ്യണം. അദ്ദേഹം ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ മറ്റോ ഉള്ള ഒരു വിവരാവകാശ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് കൂടി ഉത്തരം കൊടുക്കണം. അങ്ങേക്ക് ഈ അമേരിക്കയിൽ പോയി പഠിക്കാനുള്ള പണം എവിടുന്ന് കിട്ടി എന്ന ചോദ്യത്തിന് കൂടി അങ്ങ് ഉത്തരം കൊടുക്കണം എന്നാണ് നമുക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നന്ദി.